വനിതാ മതിലിന് എല്ലാ പിന്തുണയും സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനർത്ഥം മതിലിന് ആളെ എത്തിക്കാനുള്ള ചെലവ് സർക്കാർ വഹിക്കുമെന്നല്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഖജനാവിൽ നിന്ന് ഒരു പൈസ വനിതാ മതിലിന് ചെലവഴിക്കില്ല. ഹൈക്കോടതിയിലെ സത്യവാങ്മൂലം സംബന്ധിച്ച് തെറ്റായ പ്രചരണം നടക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ രംഗത്ത് നടപ്പാക്കുന്ന പദ്ധതികൾക്ക് പണം മാറ്റിവെച്ചു എന്നാണ് പറഞ്ഞതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഖജനാവിൽ നിന്ന് ഒരു പൈസ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നില്ല. ഈ വനിതാ മതിലിന് വേണ്ടി ചെലവഴിക്കില്ല. അത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹൈക്കോടതിയിൽ കൊടുത്തൊരു എഫിഡവിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചില തെറ്റിദ്ധാരണകൾ വരുത്താൻ ശ്രമം നടക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ കൊടുത്ത എഫിഡവിറ്റ് വനിതാ രംഗത്ത് സർക്കാർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒട്ടേറെ ഇടപെടലുകൾ വിവിധ രീതിയിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള നീക്കിവെച്ച തുകയാണ് ഈ 50 കോടി. ആ 50 കോടിയിൽ ഒരു പൈ പോലും ഈ വനിതാ മതിലിനുള്ളതല്ല. ഈ വനിതാ മതിലെന്ന് കണ്ടുകൊണ്ട് വെച്ചതുമല്ല. അതും വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വനിതാ മതിലിനെ വ്യാഖ്യാനിക്കുകയാണ്. മതിലിൽ പങ്കെടുക്കുന്നവർ ഭൂരിപക്ഷവും വിശ്വാസികളാണ്. ആരുടെയും വിശ്വാസം ഹനിക്കാൻ സർക്കാർ തയ്യാറല്ല. ഭരണഘടന അനുശാസിക്കുന്ന നിയമം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ മതിൽ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളുടേതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജാതിമതങ്ങൾക്ക് അതീതമായിട്ടാകും മതിലിൽ വനിതകൾ അണിനിരക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാടിനെ പിന്നോട്ട് നയിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരാണ് വനിതാ മതിൽ. മതിലിനെതിരെ ശബ്ദമുണ്ടാക്കുന്നവർ ചെറിയ വിഭാഗം മാത്രമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. NSSന്റെ നിലപാട് സമദൂരത്തിൽ നിന്നുള്ള വ്യതിചലിക്കലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. RSS നടത്തുന്ന അയ്യപ്പ ജ്യോതി NSS പാരമ്പര്യത്തിന് എതിരാണ്. ചട്ടമ്പി സ്വാമിയുടെയും മന്നത്ത് പത്മനാഭന്റെയും ആശയമാണ് വനിതാ മതിലിൽ ഉള്ളതെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. സമദൂരം പക്ഷം ചേരലോ എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ എഴുതിയ ലേഖനത്തിലാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നിലപാടുകളെ കോടിയേരി ബാലകൃഷ്ണൻ വിമർശിക്കുന്നത്. RSSും BJPയും ചേർന്ന് സംഘടിപ്പിക്കുന്ന വർഗീയ സമരങ്ങൾക്ക് തീ പകരാനുള്ള നടപടിയാണ് NSS ജനറൽ സെക്രട്ടറിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഡിസംബർ 26-ന് RSS നടത്തുന്ന അയ്യപ്പ ജ്യോതിയിൽ സമുദായ അംഗങ്ങൾ പങ്കെടുക്കണമെന്ന സുകുമാരൻ നായരുടെ ആഹ്വാനം NSSന്റെ പാരമ്പര്യത്തിന് നിരക്കുന്നതല്ല. 190-ലേറെ സംഘടനകൾ ചേർന്നാണ് വനിതാ മതിലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിനോട് സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നത് കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് വായിച്ചുകൊണ്ടാണ്. തിരഞ്ഞെടുപ്പുകളിൽ NSS പുലർത്തിവരുന്ന സമദൂരം മാറ്റി ശരിദൂരമാക്കി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളെ സഹായിക്കാനാണ് NSS ജനറൽ സെക്രട്ടറിയുടെ ശ്രമമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. പിണറായിക്ക് ധാർഷ്ട്യമാണെന്ന അധിക പ്രസംഗവും സുകുമാരൻ നായർ നടത്തി. NSS അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ന്യായമായ ഒരാവശ്യത്തോടും LDF സർക്കാരിനും മുഖ്യമന്ത്രിക്കും വിദ്വേഷമില്ല. എന്നാൽ സ്ത്രീ പുരുഷ സമത്വം, ഭരണഘടനാ സംരക്ഷണം എന്നീ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. വനിതാ മതിലിനെപ്പറ്റി തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനയാണ് KCBCയും നടത്തിയതെന്ന് കോടിയേരി കുറ്റപ്പെടുത്തി. യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെ വിമർശനമാണ് അവർ നടത്തിയത്. മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമമാണ് ഇതിന്റെയെല്ലാം ഭാഗമായി നടക്കുന്നതെന്നും കോടിയേരി ലേഖനത്തിലൂടെ വിമർശനം ഉന്നയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. RSSന്റെ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കുമെന്ന NSS നിലപാട് തെറ്റാണെന്ന രമേശ് ചെന്നിത്തല. NSS പ്രവർത്തകരായ കോൺഗ്രസുകാർ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കരുതെന്നും ചെന്നിത്തല. ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല. ഞങ്ങൾ അതിൽ പങ്കെടുക്കരുത് എന്നുള്ള നിലപാടാണുള്ളത്. മതേതര വിശ്വാസികളായ ജനങ്ങൾ അതിൽ പങ്കെടുക്കാൻ പാടില്ല. കാരണം അയ്യപ്പന്റെ പേര് പറഞ്ഞുകൊണ്ട് RSS നടത്തുന്ന ഒരു രാഷ്ട്രീയ കള്ളക്കളിയാണ്. RSS സംഘപരിവാരം ബോധപൂർവം ഇതിന്റെ മറവിൽ വിശ്വാസികളെ കൂട്ടുമോ എന്നാണ് നോക്കുന്നത്. ഈ രണ്ട് പരിപാടികളും, മതിലിലും അതോടൊപ്പം തന്നെ RSS നടത്തുന്ന അയ്യപ്പ ജ്യോതിയിലും ഒരു UDF പ്രവർത്തകരും പങ്കെടുക്കില്ല. ശബരിമല വിഷയത്തിലെ BJP നിലപാടുകളിൽ പ്രതിഷേധിച്ച നേതാക്കൾ CPIMലേക്ക്. BJP സംസ്ഥാന സമിതി അംഗവും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗിരിജാകുമാരിയുടെ ഭർത്താവുമായ വെള്ളനാട് കൃഷ്ണകുമാർ ഉൾപ്പെടെ 4 പേരാണ് CPIMലെത്തുന്നത്. തിരുവനന്തപുരത്തെ സമരപന്തലിൽ നിന്നാണ് ഇവർ BJP വിട്ടത്. BJPക്ക് രാഷ്ട്രീയ പാപ്പരത്വമെന്നും പാർട്ടി വിട്ടവർ പ്രതികരിച്ചു. BJP സംസ്ഥാന സമിതി അംഗവും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന മോർച്ചയുടെ കൺവീനറും BJP സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളുമായ ഗിരിജാകുമാരിയുടെ ഭർത്താവുമായ വെള്ളനാട് കൃഷ്ണകുമാർ, BJP നേതാക്കളായ ഉഴമലക്കൽ ജയകുമാർ, തുളിക്കോട് സുരേന്ദ്രൻ, വെള്ളനാട് V സുകുമാരൻ മാസ്റ്റർ എന്നീ പ്രമുഖ നേതാക്കളാണ് BJPയിൽ നിന്നും രാജിവെച്ചത്. ശബരിമല വിഷയത്തിൽ BJP സ്വീകരിക്കുന്ന നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ പാർട്ടി വിട്ടതെന്ന് ഇവർ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. നിരാഹാരം കിടക്കുന്ന ശോഭാ സുരേന്ദ്രനെ സമരപന്തലിൽ സന്ദർശിച്ച ശേഷമായിരുന്നു ഇവർ വാർത്താ സമ്മേളനം നടത്തിയത്. BJPയുടെ ഇപ്പോഴത്തെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്
BJP സ്വീകരിച്ച നിലപാടിൽ പ്രതിഷേധിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി, ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന BJP ജനാധിപത്യത്തിൻ്റെ കണിക പോലും കാണാൻ കഴിഞ്ഞ 3-4 വർഷക്കാലമായി നോക്കിയിട്ടും കാണാത്തതിൽ ഉള്ള അസംതൃപ്തി ഉള്ളതുകൊണ്ടാണ് BJP വിടാൻ തീരുമാനിച്ചത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം പുറകോട്ടടിപ്പിക്കാൻ, കഴിഞ്ഞ നൂറ്റാണ്ടുകൾ പുറകോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒരു വശത്ത് നടക്കുമ്പോൾ എല്ലാവരും കൂടെ ഇടതുപക്ഷത്തിനെതിരായി തിരിയുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ നാടിനെ സ്നേഹിക്കുന്ന, പുരോഗമന പ്രസ്ഥാനങ്ങളോട് സ്നേഹിക്കുന്ന, ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ താല്പര്യമുള്ള, മുന്നോട്ടുള്ള പോക്കിന് ഇത് എതിരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് CPM-ന് ഞങ്ങൾ പഴയ ലാവണത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. BJP-യിൽ ജനാധിപത്യ വിരുദ്ധത അസഹനീയമാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ BJP വിടുമെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPIM-മായി ചേർന്ന് പ്രവർത്തിക്കാനാണ് താൽപര്യമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. വാർത്താസമ്മേളനത്തിന് ശേഷം തിരുവനന്തപുരം CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ നേതാക്കളെ ജില്ലാ സെക്രട്ടറി ആനാവൂർ പൂമാലയിട്ട് സ്വീകരിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ CPIM-ൽ എത്തുമെന്ന് ആനാവൂർ പീപ്പിളിനോട് പറഞ്ഞു. വർഗീയത വളർത്താൻ നടത്തുന്ന BJP-യുടെ പരിശ്രമത്തിനെതിരായി കനത്ത തിരിച്ചടി നൽകാൻ BJP-ക്കകത്ത് തന്നെയുള്ള ജനാധിപത്യവാദികൾ തയ്യാറാവും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണിത്. ഇതൊരു തുടക്കമാണ്. 2014 ആറ്റിങ്ങൽ ലോക്സഭാ സീറ്റിൽ BJP-ക്ക് വേണ്ടി മത്സരിച്ച ഗിരിജാകുമാരിയുടെ ഭർത്താവാണ് വെള്ളനാട് കൃഷ്ണകുമാർ. കഴിഞ്ഞ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ O രാജഗോപാലിന് 35,000-ലേറെ വോട്ടുകൾ നേടാൻ പ്രധാന കാരണം കൃഷ്ണകുമാറിന്റെ പ്രവർത്തനങ്ങളായിരുന്നു. തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ BJP-ക്ക് വളർച്ച നേടിക്കൊടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച കൃഷ്ണകുമാർ അടക്കമുള്ളവർ പാർട്ടി വിട്ടത് BJP കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. തന്റെ ഭാര്യയും സംസ്ഥാന സെക്രട്ടറിയുമായ ഗിരിജാകുമാരി CPIM-ലേക്ക് വരുമോ എന്ന് ഇപ്പോൾ പറയാനാവില്ലെന്ന് കൃഷ്ണകുമാർ വ്യക്തമാക്കി. മുമ്പ് CPIM നേതാക്കളായിരുന്ന ഇവർ പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് BJP-യിൽ ചേർന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള BJP-യുടെ നയങ്ങളിൽ പ്രതിഷേധിച്ച യുവമോർച്ച പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സിബി സാം തോട്ടത്തിൽ രാജിവെച്ചു. ന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJP നേരിടുന്നതെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഇത്തരം നയങ്ങൾ തനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തതിനാലാണ് തന്റെ രാജിയെന്നും ഇനി ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം പ്രവർത്തിക്കാനാണ് തന്റെ തീരുമാനമെന്നും സിബി സാം വ്യക്തമാക്കി. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ദളിത് സമൂഹത്തിനെതിരെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആസൂത്രമായ അക്രമങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ സാഹചര്യത്തിലാണ് BJP-യുമായുള്ള ബന്ധം ഇന്ന് ഞാൻ അവസാനിപ്പിച്ചത്. ഇപ്പോൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എത്ര കത്തോലിക്ക സമൂഹത്തിൽപ്പെട്ട വോട്ടുകളുണ്ട്, എത്ര പെന്തിക്കോസ്റ്റൽ സമൂഹത്തിൽപ്പെട്ട വോട്ടുകളുണ്ട്, എത്ര മാർത്തോമാ സമൂഹത്തിൽപ്പെട്ട വോട്ടുകളുണ്ട് എന്നിങ്ങനെ അവർ ഘട്ടം ഘട്ടമായി പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ FCR അക്കൗണ്ടുകൾ റദ്ദു ചെയ്യുകയും അതിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ ക്രിസ്ത്യൻ സഭകളെ കൊണ്ട് BJP-ക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ കടന്നുകയറ്റം. രാജ്യത്തെ കമ്പ്യൂട്ടർ, മൊബൈൽ വിവരങ്ങൾ നിരീക്ഷിക്കാൻ വിവിധ അന്വേഷണ ഏജൻസികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. IB, ED, CBI, NIA ഉൾപ്പെടെയുള്ള 10 ഏജൻസികൾക്ക് വിവരങ്ങൾ ശേഖരിക്കാനും നിരീക്ഷിക്കാനും പിടിച്ചെടുക്കാനും അനുമതി നൽകിക്കൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയത്. രാജ്യസുരക്ഷയ്ക്കായാണ് ഉത്തരവെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശവാദം. എന്നാൽ സ്വകാര്യതയിലേക്കുള്ള സർക്കാർ കടന്നുകയറ്റമാണ് ഉത്തരവെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ആരോപിച്ചു. IT ആക്ട് 2000-ലെ 69 വകുപ്പ് പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ കമ്പ്യൂട്ടർ, മൊബൈൽ വിവരങ്ങൾ നിരീക്ഷിക്കാൻ 10 ഏജൻസികൾക്ക് അധികാരം നൽകിയത്. IB, ED, CBI, NIA ഉൾപ്പെടെയുള്ള 10 ഏജൻസികൾക്കാണ് അധികാരം. ഉത്തരവ് പ്രകാരം കമ്പ്യൂട്ടറുകളിൽ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ നിരീക്ഷിക്കാനും പരിശോധിക്കാനും പിടിച്ചെടുക്കാനും ഏജൻസികൾക്ക് അധികാരമുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന കാര്യങ്ങൾ തടയുവാൻ IT നിയമപ്രകാരമുള്ള തടസ്സങ്ങൾ നീക്കുകയാണ് ചെയ്തത്. ഉത്തരവിനെക്കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം ഇങ്ങനെയാണ്. ഏജൻസികളുടെ നിരീക്ഷണത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് IT റൂൾസ് 2009-ലെ 4-ാം വകുപ്പ് പ്രകാരം 7 വർഷം വരെ തടവും പിഴയും ലഭിക്കും. വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം നടത്താൻ കേന്ദ്ര സർക്കാർ വിവിധ ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഉത്തരവ്. സ്വകാര്യത മൗലിക അവകാശമാണെന്ന സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തെ ഉത്തരവ് ചോദ്യം ചെയ്യുന്നു. വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ ഇറക്കിയ ഉത്തരവിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. ലോക്സഭയിൽ വിഷയം അടിയന്തര പ്രമേയ നോട്ടീസായി വന്നതോടെ കേന്ദ്ര സർക്കാർ നടപടി കൂടുതൽ വിമർശനങ്ങൾക്ക് ഇടയാക്കുമെന്ന് വ്യക്തമാക്കി. ഇതുകൂടാതെ ഉത്തരവ് ചോദ്യം ചെയ്ത് വിവിധ സംഘടനകൾ നിയമ നടപടികളിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
കമ്പ്യൂട്ടറുകൾ നിരീക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് ഉടൻ റദ്ദാക്കണമെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധവും മൌലിക അവകാശമായ സ്വകാര്യതയുടെ മേലുള്ള കടന്നുകയറ്റവുമാണ്. ടെലിഫോൺ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഉത്തരവ്, ആധാർ വിധി, സ്വകാര്യത മൌലികാവകാശമാക്കിയ വിധി തുടങ്ങിയ സുപ്രീംകോടതി വിധികളുടെ അന്തസത്തയ്ക്ക് എതിരാണ് ഈ ഉത്തരവ്. ബിജെപി, ആർഎസ്എസ് ആശയങ്ങൾ പിന്തുടരാത്തവരെ എങ്ങനെയാണ് ഈ സർക്കാർ ഉപദ്രവിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഉത്തരവെന്നും സിപിഎം പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറഞ്ഞു. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി. കോൺഗ്രസിന്റെ മുഖപത്രമായ നാഷണൽ ഹെറാൾഡിന്റെ ദില്ലിയിലെ കെട്ടിടം ഒഴിയണം എന്ന് ദില്ലി ഹൈക്കോടതി ഉത്തരവിട്ടു. കെട്ടിടം 2 ആഴ്ചയ്ക്കകം ഒഴിയണമെന്നും ഒഴിഞ്ഞില്ലെങ്കിൽ സർക്കാരിനെ ഒഴിപ്പിക്കാമെന്നും കോടതിയുടെ നിർദ്ദേശം. ജസ്റ്റിസ് സുനിൽ ഗൌറാണ് കേസിൽ വിധി പറഞ്ഞത്. 56 വർഷം പഴക്കമുള്ള കെട്ടിടമൊഴിയാൻ കേന്ദ്ര നഗരവികസന മന്ത്രാലയം കഴിഞ്ഞ ഒക്ടോബർ 30-ന് നോട്ടീസ് നൽകിയിരുന്നു. പാട്ടക്കരാർ വ്യവസ്ഥകൾ ലംഘിച്ചതിനെ തുടർന്നാണ് ഹെറാൾഡ് ഹൌസ് കെട്ടിടം കൈവശം വെച്ചിരിക്കുന്ന അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡിനോട് ഒഴിയാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. കഴിഞ്ഞ 10 വർഷമായി അവിടെ ഒരു ദിനപത്രവും പ്രവർത്തിക്കുന്നില്ലെന്നും വാണിജ്യ ആവശ്യത്തിനായി മാത്രമാണ് കെട്ടിടം പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്ര ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസ് അറിയിച്ചു. അങ്ങനെ ചെയ്യുന്നത് ലീസ് കരാറിന് വിരുദ്ധമായതിനാലാണ് കെട്ടിടം ഒഴിയാൻ നോട്ടീസ് നൽകിയതെന്നാണ് സർക്കാർ വാദം. ഇതിനെതിരെ അസോസിയേറ്റഡ് ജേർണൽ സമർപ്പിച്ച ഹർജി ദില്ലി ഹൈക്കോടതി തള്ളുകയായിരുന്നു. കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന്റെ ഉത്തരവ് ശരിവച്ച കോടതി 2 ആഴ്ചയ്ക്കകം ഒഴിഞ്ഞില്ലെങ്കിൽ സർക്കാരിനെ ഒഴിപ്പിക്കാമെന്നും ഉത്തരവിട്ടു. എന്നാൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഹർജിക്കാരുടെ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും മാതാവ് സോണിയാഗാന്ധിക്കുമെതിരായ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് നികുതി റിട്ടേൺ പുനഃപരിശോധിക്കാൻ ആദായ നികുതി വകുപ്പിന് സുപ്രീം കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു. നാഷണൽ ഹെറാൾഡ് പത്രം ഉൾപ്പെടെ 3 പത്രങ്ങൾ അസോസിയേറ്റഡ് ജേർണലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. 2008-ൽ കടക്കണിയെ തുടർന്ന് അസോസിയേറ്റ് ജേർണൽ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ കടം വീട്ടാൻ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ടിൽ നിന്നും വായ്പ നൽകിയെന്നാണ് സുബ്രഹ്മണ്യസ്വാമി ആരോപിക്കുന്നത്. അനധികൃതമായി 90 കോടി രൂപ വായ്പ അനുവദിച്ചെന്നായിരുന്നു ആരോപണം. 1600 കോടി രൂപ വിലമതിക്കുന്ന ദില്ലിയിലെ ഹെറാൾഡ് ഹൌസ് വെറും 50 ലക്ഷം രൂപയ്ക്കാണ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കമ്പനിയായ യങ് ഇന്ത്യൻ സ്വന്തമാക്കിയതെന്നും സുബ്രഹ്മണ്യസ്വാമി ആരോപിച്ചിരുന്നു. ഇതിനെതിരെ സ്വാമി കോടതിയിൽ 2012 നവംബറിൽ ഹർജി നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കെഎസ്ആർടിസിയിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് എംപാനൽ കണ്ടക്ടർമാരെ നിയമിക്കാമെന്ന ഹൈക്കോടതി. നിയമം പാലിച്ചു മാത്രമേ നിയമനം നടത്താവൂ എന്നും കോടതി ഉത്തരവിട്ടു. ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. PSC വഴിയുള്ള നിയമനം പൂർത്തിയാകുന്നതുവരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വരുന്നവരെയോ എംപാനൽകാരെയോ കെഎസ്ആർടിസിക്ക് താൽക്കാലികമായി നിയമിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി. അതേസമയം ഹൈക്കോടതി വിധിയെക്കുറിച്ച് പഠിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ശശീന്ദ്രനും വ്യക്തമാക്കി. KSRTC നിലവിൽ നേരിടുന്ന പ്രതിസന്ധി കണക്കിലെടുത്താണ് കോടതിയുടെ ഉത്തരവ്. നിയമം അനുവദിക്കുന്ന സമയപരിധി വരെ മാത്രമായിരിക്കണം താൽക്കാലിക നിയമനം നടത്തേണ്ടതെന്നും ജസ്റ്റിസ് V ചിദംബരേഷും ജസ്റ്റിസ് R നാരായണ പിഷാരടിയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. അതേസമയം കേസിൽ കക്ഷി ചേരാനുള്ള എംപാനൽ കണ്ടക്ടർമാരുടെ അപേക്ഷ കോടതി അംഗീകരിച്ചു. PSC ലിസ്റ്റിൽ നിന്നുള്ളവർ വന്നാലും ഒഴിവുകൾ ഉണ്ടാകുമെന്ന് എംപാനൽ കണ്ടക്ടർമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. 800 കണ്ടക്ടർമാർ ദീർഘകാല അവധിയിലുമാണ്. ഇത് ഒട്ടും ആശാസ്യമല്ല. ഈ ഒഴിവുകൾ നികത്താൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കുന്നവരെയും എംപാനലുകാരെയും നിയമിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. KSRTCയിലെ നിയമനങ്ങൾ PSCക്ക് വിട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് മറ്റു വിധത്തിലുള്ള നിയമനം അംഗീകരിക്കാനാവില്ല. ഇക്കാര്യത്തിൽ മാനേജ്മെന്റും യൂണിയനും തമ്മിൽ ഉണ്ടാക്കുന്ന ഉഭയകക്ഷി കരാറിന് നിയമ പിൻബലമില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലികാടിസ്ഥാനത്തിൽ വരുന്ന എംപാനലുകാരെ നിയമം അനുവദിക്കുന്ന സമയപരിധി കഴിഞ്ഞും തുടരുന്ന സ്ഥിതി വന്നു. ഇത് സ്വീകാര്യമല്ലെന്നും കോടതി വ്യക്തമാക്കി. വിധിന്യായം പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. സർക്കാരിന് അങ്ങനെ പ്രത്യേകിച്ച് ആരോടും വിരോധവും താല്പര്യമില്ലല്ലോ. സർക്കാരിന്റെയും താല്പര്യം KSRTC നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകൾ തുടരുന്നു. കോതമംഗലം പള്ളി തർക്ക കേസിൽ ഇടപെടേണ്ട അടിയന്തര സാഹചര്യം ഇപ്പോഴില്ലെന്ന് ഹൈക്കോടതി. പള്ളിയിൽ ക്രമസമാധാന പാലനത്തിനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ടെന്നും കോടതി വ്യക്തമാക്കി. പള്ളിയിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് നടപ്പാക്കാൻ CRPFന്റെ സഹായം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം. അതേസമയം പിറവം പള്ളിത്തർക്ക കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് പുതിയ ബെഞ്ചും പിന്മാറി. ഹൈക്കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ പ്രവേശിക്കാനായി എത്തിയെങ്കിലും വിധി നടപ്പാക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഓർത്തഡോക്സ് റമ്പാൻ തോമസ് പോൾ ഹൈക്കോടതിയെ സമീപിച്ചത്. വിധി നടപ്പാക്കാൻ CRPFനെ നിയോഗിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുന്നയിച്ചിരുന്നു. ഹർജി പരിഗണിച്ച കോടതി ഇപ്പോൾ ഇതിൽ ഇടപെടേണ്ട അടിയന്തര സാഹചര്യമില്ലെന്ന് വ്യക്തമാക്കി. ക്രമസമാധാന പാലനം പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടും യാക്കോബായ സഭയോടും സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. തുടർന്ന് ഹർജി അടുത്ത മാസം 4-ന് പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു. അതേസമയം പിറവം പള്ളിത്തർക്ക കേസ് കേൾക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് V ചിദംബരേഷ്, ജസ്റ്റിസ് R നാരായണ പിഷാരടി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചും പിന്മാറി.
അഭിഭാഷകനായിരിക്കെ ജസ്റ്റിസ് ചിദംബരേഷ് പള്ളിക്കേസിൽ ഹാജരായിട്ടുണ്ടെന്നും കേസ് കേൾക്കുന്നതിൽ നിന്നും മാറി നിൽക്കണമെന്നും യാക്കോബായ വിഭാഗം ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നായിരുന്നു പിന്മാറ്റം. ഇങ്ങനെ പോയാൽ ഈ കേസ് പരിഗണിക്കാൻ ജഡ്ജിമാരില്ലാതാവുമോ എന്ന് ചോദിച്ചായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ പിന്മാറ്റം. നേരത്തെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചും ഇതേ കാരണത്തിന്റെ പശ്ചാത്തലത്തിൽ കേസ് പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥനയ്ക്കായി കോതമംഗലം ചെറിയ പള്ളിയിലെത്തിയ ഓർത്തഡോക്സ് റമ്പാൻ തോമസ് പോളിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. സഭാ തർക്കം പൊതുനിരത്തിലെത്തിയത് നാണക്കേടാണെന്ന് ലത്തീൻ അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് സൂസപാക്യം. ഇത്തരം സമരമുറ ശരിയല്ല, പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും സൂസപാക്യം ആവശ്യപ്പെട്ടു. വനിതാ മതിലിൽ സഭാധ്യക്ഷൻ എന്ന നിലയിൽ എതിർപ്പോ പിന്തുണയോ അറിയിക്കുന്നില്ല എന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ആര് തെറ്റാണ് ശരിയാണെന്ന് ഞാൻ വിധിക്കാനൊന്നും പോകുന്നില്ല. കോടതി വിധിയുടെ നൂലാമാലകൾ പരിശോധിച്ചത്. പക്ഷേ സഭയിൽ ഇതുണ്ടാകുന്നത് തീർച്ചയായും ഞങ്ങളുടെ സഭയിലായിരുന്നാലും ഒരു നാണക്കേട് തന്നെയാണ്. സഭയിലാണ് ഇങ്ങനെ പരസ്പരം ഞങ്ങൾ സ്നേഹത്തിൻ്റെ ഇത് പറയുന്നത്. പക്ഷെ നമുക്ക് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ഒരു എഗ്രിമെൻറ്റിൽ എത്താനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ ഈ രാഷ്ട്രീയക്കാരും മറ്റു ആൾക്കാരും ചെയ്യുന്നതിനേക്കാളും കേവലമായിട്ടുള്ള രീതിയിലുള്ള സമരമുറകളിലൊക്കെ ഏർപ്പെടുന്നത് തീർച്ചയായിട്ടും അത് സഭയെന്ന് ഞങ്ങളുടെ കത്തോലിക്ക സഭയുടെ അകത്തുമായിരുന്നാലും അതൊരു ഭൂഷണമല്ല. അത് തീർച്ചയായിട്ടും ഒരു വലിയ ഉതപ്പായിട്ട് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും നിലനിൽക്കും. പരസ്പരം ഒരു ഐക്യത്തോടുകൂടി പെരുമാറാൻ ഞങ്ങൾക്ക് സാധിക്കാത്തത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായിട്ട് തന്നെ ഇന്നും കണക്കുന്നു. ആര് തെറ്റാണ് ആര് ശരിയെന്ന് ഞാൻ വിധിക്കുന്നില്ല. സൊറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിലെ എല്ലാ പ്രതികളെയും മുംബൈ പ്രത്യേക സിബിഐ കോടതി വെറുതെ വിട്ടു. കൊലപാതകവും ഗൂഢാലോചനയും പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ലെന്നായിരുന്നു ജസ്റ്റിസ് എസ്.ജെ. ശർമ്മയുടെ വിധി. കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് സൊറാബുദ്ദീന്റെ സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സാക്ഷിമൊഴി വീണ്ടും രേഖപ്പെടുത്തണം എന്ന പ്രധാന സാക്ഷികളുടെ ഹർജികൾ കോടതി തള്ളി. പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും ഭീഷണിയും മൂലം വാദത്തിനിടെ മറ്റു പേരുകൾ പറയാൻ സാധിച്ചില്ലെന്നും അതുകൊണ്ട് തങ്ങളെ വീണ്ടും വിസ്തരിക്കണമെന്ന് പ്രധാന സാക്ഷികളായ അസം ഖാനും മഹേന്ദ്ര സാലയും കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇരുവരുടെയും ആവശ്യം മുംബൈ പ്രത്യേക സിബിഐ കോടതി തള്ളി. തുടർന്ന് തെളിവുകളുടെ അഭാവത്തിൽ കേസിലെ 22 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. പ്രോസിക്യൂഷന്റെ ആരോപണങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടില്ലെന്നും കൊലപാതകവും ഗൂഢാലോചനയും പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ലെന്നും കോടതി ഉത്തരവിട്ടു. തുളസിറാം പ്രജാപതിയെ വധിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദം തെറ്റാണെന്നും കോടതി നിരീക്ഷിച്ചു. ഡിസംബറിൽ വിരമിക്കുന്ന ജഡ്ജി എസ്.ജെ. ശർമ്മയുടെ അവസാന വിധി പ്രസ്താവമാണ് ഇത്. 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തിയതിനുശേഷം അമിത്ഷാ ഉൾപ്പെടെ 16 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. കുറ്റപത്രത്തിൽ സിബിഐ മുന്നോട്ടുവച്ച 700 സാക്ഷികളിൽ 210 പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു. ഇതിൽ 92 പേർ വിചാരണയ്ക്കിടെ മൊഴി മാറ്റി. ഇതാണ് കേസിൽ വഴിത്തിരിവായത്. കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും സിബിഐ കേസിൽ അഴിമതി കാണിച്ചുവെന്നും സൊഹ്റാബുദ്ദീന്റെ സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവം നടന്ന് 13 വർഷത്തിന് ശേഷമാണ് കോടതി വിധി പറയുന്നത്. ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയുടെ പ്രവർത്തകർ എന്നാരോപിച്ചാണ് 2005 ഡിസംബർ 26-ന് സൊഹ്റാബുദ്ദീനും ഭാര്യ കൗസർബിയെയും കൊല്ലപ്പെടുന്നത്. 2006-ൽ പ്രജാപതിയെയും ഗുജറാത്ത് പോലീസിലെ ഭീകരവിരുദ്ധ സേന കൊലപ്പെടുത്തി. കൊലപാതകങ്ങൾ വ്യാജ ഏറ്റുമുട്ടലിലൂടെയാണെന്ന പരാതിയെ തുടർന്ന് 2010-ൽ കേസ് ഗുജറാത്ത് പോലീസിൽ നിന്ന് സിബിഐ ഏറ്റെടുത്തു. 2013-ൽ കേസിന്റെ വാദം ഗുജറാത്തിൽ നിന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മുംബൈയിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അമല വധക്കേസ് പ്രതി സതീഷ് ബാബുവിന് ജീവപര്യന്തം തടവും പിഴയും. പാലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ കമനീഷാണ് ശിക്ഷ വിധിച്ചത്. പാലായിലെ കോൺവെന്റിന്റെ 3-ാം നിലയിൽ 2015 സെപ്റ്റംബർ 17-നാണ് അമലയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പാലാ കാർമലീത്ത മഠാംഗമായിരുന്ന സിസ്റ്റർ അമലയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി കാസർഗോഡ് സ്വദേശി സതീഷ് ബാബുവിന് പാലാ അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. കൊലപാതകത്തിന് ജീവപര്യന്തം, ബലാത്സംഗത്തിന് 10 വർഷം കഠിന തടവ്, അതിക്രമിച്ചു കടക്കലിന് 7 വർഷം, ഭവനഭേദനത്തിന് 9 മാസം എന്നിങ്ങനെയാണ് ശിക്ഷ. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. 2,10,000 രൂപ പിഴയും അടയ്ക്കണം. പിഴ അടച്ചില്ലെങ്കിൽ പ്രതി 6 വർഷവും 9 മാസവും അധികമായി ശിക്ഷ അനുഭവിക്കണമെന്നും പാലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ കമനീഷ് ഉത്തരവിട്ടു. പ്രതി വിചാരണ കാലയളവിൽ തടവിൽ കഴിഞ്ഞ 1182 ദിവസത്തെ ശിക്ഷ കോടതി ഇളവ് ചെയ്തു. സിസ്റ്റർ അമലയെ 2015 സെപ്റ്റംബർ 17-ന് പുലർച്ചെയാണ് കോൺവെന്റിലെ 3-ാം നിലയിൽ തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകം നടന്ന് 5 ദിവസത്തിനു ശേഷം ഹരിദ്വാറിൽ നിന്നാണ് അന്വേഷണ സംഘം പ്രതിയായ കാസർഗോഡ് സ്വദേശി സതീഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്തത്. 22 കേസുകളിൽ പ്രതിയായ സതീഷ് ബാബു നിലവിൽ 2015-ൽ ഭരണങ്ങാനത്തെ അസീസി ഭവനിൽ മോഷണം നടത്തിയതിന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
സുപ്രീം കോടതി ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചിരുന്നതായി BJP നേതാവ്. കോൺഗ്രസിന്റെയും NSSന്റെയും നേതാക്കളാണ് ഇതിന് സൗകര്യമൊരുക്കി കൊടുത്തതെന്നും BJP നേതാവായ V. രാജേന്ദ്രൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. 1986 മാർച്ച് 8 മുതൽ 13 വരെയാണ് യുവതികളെ അണിനിരത്തിക്കൊണ്ട് ശബരിമല 18ാം പടിയിൽ തമിഴ് സിനിമയുടെ ഡാൻസ് ചിത്രീകരണം നടന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും 7500 രൂപ കൈപ്പറ്റിയാണ് ചിത്രീകരണത്തിന് അനുമതി നൽകിയത്. NSS മുൻ പ്രസിഡന്റ് കൂടിയായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. ഭാസ്കരൻ നായരും അംഗങ്ങളായ കോൺഗ്രസ് നേതാക്കളുടെയും അനുമതിയോടുകൂടിയാണ് 18ാം പടിയിൽ യുവതികളെ കയറ്റി നൃത്തം ചവിട്ടിച്ചത്. ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന NSSന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ഇത് മറന്നുപോകരുതെന്നും രാജേന്ദ്രൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ UDF എന്ന് പറയുന്ന മുന്നണിയിൽപ്പെട്ട ഒരാളിനെയാണ് കോടതി ശിക്ഷിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഭാസ്കരൻ നായർ ഈ രമേശ് ചെന്നിത്തലയുടെ പാർട്ടി നിയോഗിച്ച ആളാണ്. അതുകൂടാതെ സരസ്വതി കുഞ്ഞികൃഷ്ണൻ മറ്റൊരു മെമ്പർ. അവരാരാ? എൻ്റെ ഓർമ്മയിൽ കൊല്ലം DCC പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരാണ് ഉത്തരവാദി. ശബരിമലയിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നത് ഈ UDF ആണ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും അവരുടെ പാർട്ടിയാണ്. ശബരിമലയിൽ യുവതികളായ സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന സുപ്രീം കോടതി ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ സന്നിധാനത്ത് സിനിമാ നടികളായ യുവതികളെ കയറ്റി ആചാരലംഘനം നടത്തിയവർ തന്നെയാണ് ഇത് മറച്ചു വെച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിനെതിരെ ഇപ്പോൾ സമരം നടത്തുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മണ്ഡലകാലത്ത് റെയിൽവേയുടെ കൊള്ളയടി. ചെങ്ങന്നൂർ, കോട്ടയം റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. 4 ഇരട്ടി തുകയാണ് അയ്യപ്പ ഭക്തരടക്കമുള്ളവരിൽ നിന്നും റെയിൽവേ ഈടാക്കുന്നത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേർന്നു. ഷാജഹാൻ, എത്ര രൂപയുടെ വർധനവാണ് ഒറ്റയടിക്ക് റെയിൽവേ വരുത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശരി, സാധാരണഗതിയിൽ റെയിൽവേയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റിന് 2 രൂപ മുതൽ 5 രൂപ വരെയാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് മൊത്തത്തിൽ ഇത്തരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ചെങ്ങന്നൂരിലും അതോടൊപ്പം തന്നെ കോട്ടയത്തും അതിന് പ്രത്യേക കാരണമുണ്ട്. കാര്യം മണ്ഡല കാലമായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ ട്രെയിൻ മാർഗമാണ് എത്തുന്നത്. ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് എത്തുന്നത്. ഇതിൽ നിന്നും 5 രൂപ തന്നെ കൂടുതലായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ തന്നെ റെയിൽവേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഈ സാഹചര്യത്തിലാണ് 20 രൂപ ഒറ്റയടിക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റിന് 20 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് സദേൺ റെയിൽവേ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്തും ഇപ്പോൾ ചെങ്ങന്നൂരിലും ഇത്തരത്തിൽ 20 രൂപ വീതമാണ് ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റിന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് അയ്യപ്പ ഭക്തർക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നത്. എന്തായാലും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് ഇത്തരത്തിൽ ഒരു വൻ തുക തന്നെ ഇത്തരത്തിൽ റെയിൽവേക്ക് ഇവരിൽ നിന്ന് ഈടാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെയിൽവേ പ്രത്യേകമായിട്ട് ഈ 2 സ്ഥലങ്ങളെ മാത്രമാണ് ടിക്കറ്റ് നിരക്കിൽ കോട്ടയം ഉൾപ്പെടെ ചെങ്ങന്നൂർ ഭാഗങ്ങളിൽ വൻ വർധന വരുത്തിയിരിക്കുന്നു. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. പ്രളയാനന്തര പുനർനിർമ്മാണത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ഒഴിവാക്കി കൈരളി TV ജീവനക്കാർ. ക്രിസ്മസ് കേക്ക് മുറിച്ച് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ജീവനക്കാർക്ക് ആശംസകളും ഒപ്പം വനിതാ മതിലിന്റെ പ്രസക്തിയും ഓർമ്മിപ്പിച്ചു. പ്രളയത്തെ അതിജീവിച്ച കേരളം പുനർനിർമ്മാണത്തിന്റെ പാതയിലാണ്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൈരളി TV ജീവനക്കാർ ക്രിസ്മസിന്റെ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയത്. ജീവനക്കാർക്കായുള്ള ക്രിസ്മസ് കേക്ക് കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് മുറിച്ചു. കരോളും മത്സര പരിപാടികളും എല്ലാം ഒഴിവാക്കിയിരുന്നു. ജീവനക്കാർക്ക് ആശംസകൾ നേർന്ന MD വനിതാ മതിലിന്റെ പ്രസക്തിയും ഓർമ്മിപ്പിച്ചു. ഈ ഒരു ക്രിസ്മസിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം വെച്ചാൽ കേരളത്തിലെ ജാതിക്കും മതത്തിനും അതീതമായിട്ട് ക്രിസ്തുമസും ഓണവും വിഷുവൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി വലിയൊരു പ്രതിസന്ധിയുടെ വക്കിലാണ്. നമ്മൾ ഇത്രയും പതിറ്റാണ്ടുകളായിട്ട് ഉയർത്തിപ്പിടിച്ചിരുന്ന ആ സാഹോദര്യമൊക്കെ ഇനി നാളെ ഉണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞ ചില ശങ്കകളും പ്രതിസന്ധികളും നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസിൻ്റെ യഥാർത്ഥ സത്തയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ നിലനിർത്തുക, നഷ്ടപ്പെട്ടവരത് വീണ്ടെടുക്കുക എന്നൊക്കെയാണ് നമുക്കൊന്ന് ഉദ്ദേശിക്കുന്നത്. അതൊരു പക്ഷേ നമ്മുടെ പൈതൃകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മതനിരപേക്ഷത അല്ലെങ്കിൽ സാഹോദര്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നില വേണമെങ്കിൽ കാണാവുന്നതാണ്. കൈരളി TVയിലെ മീഡിയ ക്ലബ് സംഘടിപ്പിച്ച പരിപാടിയിൽ നവകേരള മിഷന്റെ സംസ്ഥാന കോർഡിനേറ്റർ ചെറിയാൻ ഫിലിപ്പ്, കൈരളി TVയിലെ വകുപ്പ് മേധാവികൾ തുടങ്ങിയവരും പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള ദിനേശിന്റെ ക്രിസ്മസ് പുതുവത്സര മേളയ്ക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായി. വ്യവസായ മന്ത്രി EP ജയരാജൻ മേള ഉദ്ഘാടനം ചെയ്തു. സിറ്റി യൂണിയൻ ബാങ്ക് മാനേജർ രാമാനന്ദ പ്രഭുവിന് കിറ്റ് നൽകിയാണ് ആദ്യ വിൽപ്പന നിർവഹിച്ചത്. ഈ മാസം 31 വരെ നീളുന്ന മേളയിൽ ദിനേശ് ഫുഡ്സ്, അപ്പാരൽസ്, കുട തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ 10% മുതൽ 50% വരെ വിലക്കുറവിൽ ലഭിക്കും. കേരള ദിനേശ് ചെയർമാൻ C രാജൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി.
വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ PN അനിൽകുമാർ, ദിനേശ് ഡയറക്ടർ പള്ളിയത്ത് ശ്രീധരൻ, സെക്രട്ടറി K പ്രഭാകരൻ, അപ്പാരൽസ് ജനറൽ മാനേജർ PV രവീന്ദ്രൻ, മാർക്കറ്റിംഗ് മാനേജർ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.